റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കണ്ണ് പെൻസിൽ മാത്രം ഉപയോഗിച്ച് എങ്ങനെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എച്ച് പെൻസിൽ അല്ലെങ്കിൽ 2H പെൻസിൽ അല്ലെങ്കിൽ HB പെൻസിലൊക്കെ ഔട്ട്ലൈൻ ഇടാനായിട്ട് നല്ല പെൻസിൽസ് ആണ്. കാരണം ഇത് അത്രയും ഡാർക്ക് അല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ലൈറ്റ് ആയിട്ടുള്ള തിൻ ആയിട്ടുള്ള ലൈൻസ് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്കെച്ചിങ് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇറേസർ ഇതിൽ യൂസ് ചെയ്യുന്നില്ല, ബ്ലെൻഡിങ് സ്റ്റമ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഷെയ്ഡ് ചെയ്യാനായിട്ട് ഒരു HB പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ പാരലൽ ഹാച്ചിങ് എന്നുള്ള മെത്തേഡാണ് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ പാരലൽ ഹാച്ചിങ് മാത്രമല്ല, ചില ഭാഗങ്ങളിൽ കോണ്ടൂർ ഹാച്ചിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചിത്രത്തിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും മിക്സാണ് യൂസ് ചെയ്യുന്നത്. HB പെൻസിൽ ഉപയോഗിച്ചിട്ട് ആദ്യത്തെ ആ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം 2B പെൻസിൽ ഉപയോഗിച്ചിട്ട് പതുക്കെ ടോൺ മാറ്റി വരുന്നു. പിന്നീട് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് 4Bയും 6Bയും പെൻസിൽസാണ് നമ്മൾ ഗ്രാജുവലി ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ഷെയ്ഡിങ്ങിൻ്റെ പുറത്ത് നല്ല കൺട്രോൾ നമുക്ക് കിട്ടും. ഓരോ ഭാഗങ്ങളും എത്രത്തോളം ഷെയ്ഡ് വേണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഒരുപാട് പെൻസിൽസിൻ്റെ ഡാർക്കസ്റ്റ് ലൈനൊന്നും കാണാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ബ്ലെൻഡിങ്ങിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടണം. 10B പെൻസിൽ എന്ന് പറയുന്ന ആ പാക്കറ്റിലുള്ള ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള പെൻസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഐബ്രോസൊക്കെ വരയ്ക്കുന്നുണ്ട്. ഐബ്രോസിൻ്റെ ഓരോ ഹെയറും മാറ്റി സെപ്പറേറ്റ് എടുത്തിട്ട് ഓരോ ഹെയറും അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ തിക്നെസ് കൂട്ടാനായിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐലാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേറൊരു ഷേപ്പിലായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ നമ്മളിവിടെ ഒരു ഫോട്ടോഗ്രാഫ് റെഫർ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ആ ഫോട്ടോഗ്രാഫിലുള്ള പോലത്തെ ഐലാഷസ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതിങ്ങനെ വളഞ്ഞ് മുകളിലോട്ട് വരുന്ന രീതിയിലുള്ള ഐലാഷസ് ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അറ്റം വളരെ തിന്നായിട്ടുള്ള ഐലാഷസ് ആണ്. അപ്പോൾ അത് ഞാൻ അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. കൃഷ്ണമണിയുടെ അകത്ത് ഒരു ഡാർക്ക് സർക്കിളും കൂടി ഉണ്ട്. അത് 10B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ആ ഡാർക്ക് സർക്കിൾ നമ്മൾ ചെയ്യുന്നത്. ഇനി കണ്ണിൻ്റെ താഴെയുള്ള ഐലാഷസ് കൊടുക്കുകയാണ്. അതിന് കുറച്ച് ലെങ്ത്ത് കുറവാണ്, കുറച്ചും കൂടി തിന്നായിരിക്കും. മുകളിലെ ഐലാഷസ് പോലെ അത്രയും കട്ടി ഉണ്ടാവില്ല. അത് തന്നെ അത് വളർന്നു വരുന്ന ആ ഒരു സൈഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണിൻ്റെ ഒരു കോർണർ മുതൽ ഈ കോർണർ വരെ വരുന്ന സമയത്ത് അതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത് കാണാനായിട്ട് സാധിക്കും. പൊതുവേ കണ്ണിൻ്റെ അകത്തൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ണിൻ്റെ അകത്ത് വൈറ്റ് വരുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ എല്ലാവരും പേപ്പർ വൈറ്റ് ഒഴിച്ചിടാറാണ് ചെയ്യാറ്. പക്ഷെ അതിൻ്റെ അകത്തും ഒരു ഷെയ്ഡ് വരും. കൺപോളകളുടെ ആ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ ഐലാഷസിൻ്റെ ആ ഒരു ഷെയ്ഡും കണ്ണിൻ്റെ ഉള്ളിലേക്ക്, കണ്ണിൻ്റെ വൈറ്റ് വരുന്ന പോർഷൻ്റെ അകത്തേക്ക് നോർമലി വീഴാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷെയ്ഡ്സ് കൊടുക്കുമ്പോൾ മാത്രമേ അതൊരു 3D ഒബ്ജക്റ്റ് പോലെ നമുക്ക് തോന്നുള്ളൂ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.